ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വാർത്തകളിലേക്ക് വിശദമായി കിടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വൻ ട്വിസ്റ്റ്. TN പ്രതാപനെ മാറ്റി കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകും. വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കും. ആലപ്പുഴയിൽ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരങ്ങൾ. KC മത്സരിക്കുന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് സാധ്യത. മറ്റ് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. സർപ്രൈസ് ലിസ്റ്റാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂർ മണ്ഡലമാണ്. ഈ സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കും എല്ലായിടത്തും എന്ന് നേരത്തെ പറഞ്ഞെങ്കിലും എന്താണ് അങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? അപ്പം മത്സരിക്കുന്നത് കെ മുരളീധരൻ തന്നെയാണ്, മറ്റൊരു സിറ്റിംഗ് MP കൂടിയാണ് വടകരയിലെ. പക്ഷേ മണ്ഡലം മാറുന്നു. TN പ്രതാപൻ എവിടെ മത്സരിക്കും എന്നതിനെ കുറിച്ച് സൂചനകളില്ല. എന്താണ് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? പ്രജിൻ, പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ എന്തായാലും നമുക്ക് ആ ട്വിസ്റ്റുകളും അതോടൊപ്പം തന്നെ സർപ്രൈസുകളും ഏത് തരത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് ഏത് നിമിഷവും എന്ത് ട്വിസ്റ്റുകളും സർപ്രൈസുകളും സംഭവിക്കാം. 2019 അങ്ങനെയാണ് ഒരു സർപ്രൈസ് കാൻഡിഡേറ്റായി രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കെ മുരളീധരനും വയനാട്ടിലും അതോടൊപ്പം തന്നെ വടകരയിലേക്കും എത്തുന്നത്. ഇത്തവണ വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോഴാണ് ഇന്നലെ രാത്രി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം കേരളത്തിലെ നേതാക്കൾ കൂടിയാലോചന നടത്തിയത്. ഇതിൽ പ്രധാനമായും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയൊരു സാഹചര്യം അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കെ കരുണാകരന്റെ രാഷ്ട്രീയ തട്ടകമാണ്. അവിടെ വെച്ച് തന്നെ BJPയെ നേരിട്ടുകൊണ്ട് കെ മുരളീധരനെ വിജയിപ്പിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും കരുത്തരായ സ്ഥാനാർത്ഥികളാണ് അങ്ങനെയെങ്കിൽ തൃശ്ശൂരിലേക്ക് എത്തുന്നത്. കെ മുരളീധരൻ, അതോടൊപ്പം തന്നെ VS സുനിൽകുമാർ, സുരേഷ് ഗോപി. ഈ ത്രികോണ മത്സരത്തിൽ BJPയെ അടക്കം പരാജയപ്പെടുത്തിക്കൊണ്ട് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് കെ കരുണാകരന്റെ രാഷ്ട്രീയ തട്ടകത്തിൽ വെച്ച് തന്നെ ഇപ്പോൾ നിറവേറ്റാനുള്ള ചുമതല കെ മുരളീധരൻ നൽകാൻ ഇപ്പോൾ ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പാകെ തന്നെ കേരളത്തിലെ നേതാക്കൾ ഈ ഒരു പട്ടിക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അനൌദ്യോഗികമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തും. അതിനുശേഷം മാത്രമേ ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ഇതിൽ ഏറ്റവും സർപ്രൈസിംഗ് ആയി തോന്നിയത് ഇത് തന്നെയാണ്. കാരണം വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറുന്നു. അതോടൊപ്പം വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ പരിഗണിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ T സിദ്ദിഖിന്റെ പേരിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ രണ്ട് പേരുകളാണ് വടകരയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്ന മത്സരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കുന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ആലപ്പുഴയിൽ KC വേണുഗോപാൽ തന്നെ മത്സരത്തിറക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഹൈക്കമാൻഡ് മുമ്പാകെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പാകെ നൽകിയ പേരുകളിൽ ഇത്തരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യമുള്ളത്. അതിൽ KC വേണുഗോപാലിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനമെങ്കിൽ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കാനാകും തീരുമാനം. നമുക്കറിയാം, നേരത്തെ ആലപ്പുഴ മണ്ഡലത്തെ കാര്യത്തിൽ അത് തട്ടിക്കൊണ്ടായിരുന്നു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അനന്തമായി നീണ്ടത്. ഇന്നലെ രാത്രിയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏറെയും നടന്നു. ഇതിൽ സാമുദായിക സമവാക്യം, മറ്റ് സമവാക്യം എല്ലാം പരിഗണിച്ചുകൊണ്ട് KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിപ്പോൾ സ്വാഭാവികമായിട്ടും വടകരയിൽ ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. ഒരു പക്ഷേ രാവിലെ 11 മണിയോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും തീവാറുന്ന ഒരു പോരാട്ടം, അതിനുള്ള സ്ഥാനാർത്ഥികളെ സർപ്രൈസ് കാൻഡിഡേറ്റുമായി തന്നെയാണ് KPCC അധ്യക്ഷൻ ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരമൊരു സർപ്രൈസ് കാൻഡിഡേറ്റായി ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ കെ മുരളീധരനെ മത്സരത്തിറക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പാകെ തന്നെ നൽകിയ പട്ടികയിൽ കേരളത്തിലെ നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത് കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ കനത്ത തിരിച്ചടിയാണ്. കാരണം കെ കരുണാകരന്റെ മകൾ. ആ ഒരു സാഹചര്യത്തിൽ കെ കരുണാകരന്റെ രാഷ്ട്രീയ തട്ടകത്തിൽ വെച്ച് തന്നെ BJP നേരിട്ടുകൊണ്ട് വിജയിപ്പിക്കുക, അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, 2019 വടകരയിലേക്ക് സമാനമായി തന്നെ ഒരു അവസാന സമയത്തായിരുന്നു ഒരു സർപ്രൈസ് കാൻഡിഡേറ്റായി കെ മുരളീധരൻ രംഗത്ത് വരുന്നത്. പ്രവീൺ കുമാർ അടക്കം പല പേരുകൾ ആ സമയത്ത് ഉയർന്നു വന്നെങ്കിലും പിന്നീട് P ജയരാജനെ നേരിടാൻ കെ മുരളീധരൻ തന്നെ രംഗത്തിറക്കുകയായിരുന്നു. അതിനുശേഷം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സമാനമായ നിലയിൽ തന്നെ ഒരു സർപ്രൈസായി തന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കെ മുരളീധരന്റെ ഈ ഒരു രംഗപ്രവേശത്തെ നമ്മൾ കാണേണ്ടത്. എന്തായാലും പ്രഖ്യാപനം അധികം വൈകില്ല, ഇന്ന് രാവിലെ തന്നെ ഉണ്ടാകുമെന്നാണ് KPCC നേതാക്കളടക്കം വ്യക്തമാക്കുന്നൊരു കാര്യം. പ്രജിൻ, ശരി നിതിൻ, എന്തായാലും സർപ്രൈസ് ലിസ്റ്റാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഇറക്കിയിരിക്കുന്നത്. ആരൊക്കെ ഇനി മറ്റിടങ്ങളിൽ മത്സരിക്കുമെന്നതിൽ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. നിതിൻ പറഞ്ഞതനുസരിച്ച് 11 മണിയോടുകൂടി അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
മറ്റു വാർത്തകളിലേക്ക് BJP അംഗത്വം സ്വീകരിച്ച പത്മജ വേണുഗോപാൽ ഇന്ന് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ BJP പ്രവർത്തകർ പത്മജ വേണുഗോപാലിന് സ്വീകരണം നൽകും. പിന്നാലെ BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയത്തിൽ പ്രസിഡന്റ് K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്കൊപ്പം പത്മജ വാർത്താ സമ്മേളനം നടത്തും. BJPയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലിന് ചാലക്കുടി സീറ്റ് നൽകുന്നതിനുള്ള ചർച്ചകൾ പാർട്ടിയിൽ സജീവമായി പുരോഗമിക്കുകയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണത്തിന് BJP നേതൃത്വം തയ്യാറല്ല. പാർട്ടിയുടെ ഏത് ഘടകത്തിൽ പത്മജയെ പരിഗണിക്കണം എന്നുള്ള കാര്യവും BJP സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അനിൽ ആന്റണിക്ക് നൽകിയതിന് തത്തുല്യമായ പദവി ആയിരിക്കും പത്മജ വേണുഗോപാലിനും നൽകുക. പത്മജ വേണുഗോപാലിനെ വഴിയിൽ തടയുമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെല്ലുവിളിച്ച് BJP യുവമോർച്ച പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശം തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാൻ ഇടതുമുന്നണി നീക്കം. രാവിലെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും വൈകിട്ട് ചേരുന്ന ഇടതുമുന്നണി യോഗവും കോൺഗ്രസ് നേതാക്കളുടെ BJP പ്രവേശം തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുന്നത് ചർച്ച ചെയ്യും. K. കരുണാകരന്റെ മകൾ BJPയിൽ പോയെങ്കിൽ മറ്റു പലരും അവിടേക്ക് പോകും എന്ന് പ്രചാരണം ശക്തിപ്പെടുത്താനാണ് ഇടതുമുന്നണിയുടെ നീക്കം. മണ്ഡലം കൺവെൻഷനുകളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സജീവ വിഷയമാക്കി ഇത് നിർത്താനാണ് CPIMന്റെ തീരുമാനം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ പ്രചാരണം വലിയ സ്വാധീനമുണ്ടാക്കുമെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശം കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPM. K. കരുണാകരന്റെ മകൾ BJP ക്യാമ്പിൽ എത്തിയതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് വിയർക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയമായി പത്മജ വേണുഗോപാൽ മാറുമ്പോൾ K. മുരളീധരൻ നിലപാട് ഉയർത്തിയാവും കോൺഗ്രസിന്റെ പ്രതിരോധം. നിരവധി മുൻ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും MLAമാരും കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് BJP പാളയത്തിലെത്തിയവരുടെ കണക്ക് അങ്ങനെ നീളുകയാണ്. അതെല്ലാം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കുഴപ്പമെന്ന ന്യായവാദമായിരുന്നു ഇന്നലെ വരെയും കേരളത്തിലെ കോൺഗ്രസിന്. ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് വേദിയിൽ പങ്കെടുത്ത ശേഷം ഇന്നലെ BJPയുടെ ദേശീയ ആസ്ഥാനത്തെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ചത് കേരളത്തിൽ കോൺഗ്രസിനെ പടുത്തുയർത്തിയ സാക്ഷാൽ K. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലാണ്. കഴിഞ്ഞ ദിവസം വരെ ഉയർത്തിയ ന്യായവാദങ്ങൾ കൊണ്ട് ഇനി പ്രതിരോധിക്കാൻ കോൺഗ്രസിനാവില്ല. ഇതിനോടകം LDF കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നതാണ് LDF ഉയർത്തുന്ന പുതിയ പരിഹാസ മുദ്രാവാക്യം. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലെത്തിയപ്പോൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനല്ലായിരുന്നു എന്നൊരു പ്രതിരോധമുണ്ടായിരുന്നു. പത്മജയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ ദശാസന്ധിയെ കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പാർട്ടി വിട്ട സഹോദരിയെ തള്ളിപ്പറഞ്ഞ K. മുരളീധരന്റെ നിലപാടുയർത്തി കോൺഗ്രസ് പ്രതിരോധ ശ്രമം ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഈ പാർട്ടി മാറ്റം ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. 2 ആഴ്ചയ്ക്കപ്പുറം ആയുസ്സുള്ള വാർത്തയല്ല ഇതെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു. എന്നാൽ സജീവ ചർച്ചയാക്കി LDF ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ഈ വിഷയം നിലനിർത്തും. കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ഉന്നം വെച്ച് BJPയുടെ ഓപ്പറേഷൻ താമരയും തുടരുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകാനും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. ലിംഗസമത്വത്തിൽ ഇന്ത്യ 127ാം സ്ഥാനത്താണെന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതിന്റെ ആവശ്യകതയിലേക്കും വിരൽ ചൂണ്ടുന്നു. കഴിവ് തെളിയിച്ചവരും കരുത്തരുമായ സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ക്ഷാമമില്ല. പക്ഷേ ലിംഗവിവേചനങ്ങളില്ലാത്ത സമത്വത്തിന്റേതായ ലോകത്തേക്ക് ഇനിയും നാം ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കെതിരായ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങളും പെൺഭ്രൂണഹത്യകളും വേദനിരക്കിലെ അസമത്വവുമെല്ലാം ഇന്ത്യയിൽ സ്ത്രീ സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ചിലതുമാത്രം. ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ തൊഴിലെടുത്തിരുന്ന സ്ത്രീകൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും കുറഞ്ഞ തൊഴിൽ സമയവും വോട്ട് ചെയ്യാനുള്ള അവകാശവും ആവശ്യപ്പെട്ട് 1857 മാർച്ച് 8 നടത്തിയ ഐതിഹാസികമായ പോരാട്ടവും 1908 മാർച്ച് 8 നടത്തിയ സമരവും അവകാശങ്ങൾക്കായി നടന്ന ശബ്ദമുയർത്തലുകളുമാണ് വനിതാ ദിനമെന്ന ആശയത്തിലേക്ക് നയിച്ചത്. 1977 ആദ്യമായി UN അന്താരാഷ്ട്ര വനിതാ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ചത്. ലിംഗസമത്വത്തിൽ 146 രാജ്യങ്ങളിൽ ഇന്ത്യ ഇപ്പോഴും 127ാം സ്ഥാനത്താണെന്നാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ 2023 റിപ്പോർട്ട്. മറ്റാരേക്കാളും പിന്നിലല്ല തങ്ങളെന്ന് സ്ത്രീകൾ എല്ലാ മേഖലകളിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. തളച്ചിടേണ്ടവരല്ല, ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് മുന്നേറേണ്ടവരാണ് തങ്ങളെന്ന് സ്ത്രീകൾ സ്വയം തിരിച്ചറിയണമെന്നാണ് ഈ വനിതാ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ് അഥവാ സ്ത്രീകളിൽ നിക്ഷേപിക്കുക.
പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. അഗ്നിസത്യങ്ങൾക്കു ബലിയല്ല നീ, നഗ്നപാപങ്ങൾക്കു നദിയല്ല നീ, അശ്വവേഗങ്ങൾക്കൊരിരയല്ല, കാലങ്ങളശ്രു കൊണ്ടെഴുതേണ്ട കഥയല്ല നീ. അഗ്നിസത്യങ്ങൾക്ക് ബലിയല്ല നീ, കഥയല്ല നീ. റിസർച്ച് ഡെസ്ക് 24. വനിതാ ദിനത്തോടനുബന്ധിച്ച് 24ഉം ഫ്ലവേഴ്സും സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ ഇന്ന് കൊച്ചിയിൽ നടക്കും. വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖർ മാരത്തണിന്റെ ഭാഗമാകും. വിപുലമായ ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പെൺകരത്തിന്റെ പ്രാധാന്യവും സ്ത്രീസമത്വ അവബോധവും ആവർത്തിച്ചുറപ്പിക്കാൻ ലോകമെമ്പാടും സംഘടിപ്പിക്കുന്ന അവബോധയജ്ഞത്തിൽ ഫ്ലവേഴ്സും 24ഉം പങ്കുചേരുകയാണ്. ഇന്ന് നടക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ ചരിത്രത്തിന്റെ ഭാഗമാകാനൊരുങ്ങുന്നു. രാത്രി 9 മണിക്ക് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നതോടെ മിഡ് നൈറ്റ് റണ്ണിന് തുടക്കമാകും. 5 കിലോമീറ്റർ ദൂരത്തിൽ 1000-ലേറെ വനിതകളാണ് പങ്കെടുക്കുന്നത്. പതിനഞ്ച് വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും 30 വയസ്സിന് മുകളിലുള്ളവർക്കുമായി 2 വിഭാഗങ്ങളിലായാണ് മിഡ് നൈറ്റ് റൺ ഒരുക്കിയിരിക്കുന്നത്. ആകർഷകമായ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. 24 കൊച്ചി. ഇന്ന് ശിവരാത്രി. ഇന്ന് ശിവരാത്രി. പിതൃതർപ്പണ പുണ്യം തേടി ആലുവ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹം. പെരിയാർ തീരത്ത് 116 ബലിത്തറകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. KSRTC, കൊച്ചി മെട്രോ എന്നിവയും റെയിൽവേയും ഇന്നും നാളെയും പ്രത്യേക സർവീസുകൾ നടത്തും. അശ്വിൻ പാലാഴി ചെയ്യുന്നുണ്ട് ആലുവ മണപ്പുറത്തുനിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അശ്വിൻ, പിതൃതർപ്പണത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ടോ? കൂടുതൽ ആളുകൾ ഇന്നാണ് അവിടെ എത്തിച്ചേരുക. അതിന്റെ സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ എന്തൊക്കെ? പ്രജിൻ, ഇന്നലെയോടുകൂടി തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ പിതൃതർപ്പണം ആരംഭിക്കുകയും ചെയ്തു. നിരവധി ആളുകൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കും ഒപ്പം ആളുകൾ കൂടുതലായി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ നീങ്ങും. ഒരേ സമയം 116 ബലിത്തറകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ്, മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിയിടൽ ചടങ്ങുകൾ നടക്കുക. ഈ ക്ഷേത്രത്തിലെ ദർശനത്തിനുള്ള ക്യൂ ഇപ്പോൾ തന്നെ കിലോമീറ്ററുകൾ നീണ്ടിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ചടങ്ങുകളടക്കം ആരംഭിക്കുക ഉച്ചയോടുകൂടിയാണ്. ശിവരാത്രി ആഘോഷവുമായി, ശിവരാത്രി ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ രാത്രിയോടുകൂടി മഹാദേവ ക്ഷേത്രത്തിൽ ആരംഭിക്കും. അതോടുകൂടിയാണ് ഈ ഭക്തരുടെ തിരക്ക് ഒരു പാരമ്യതയിലേക്ക് എത്തുക. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 116 ബലിത്തറകൾ സജ്ജീകരിച്ചതിൽ 90 എണ്ണമാണ് ലേലം ചെയ്തു പോയിരിക്കുന്നത്. അതിനു പുറമെ ദേവസ്വം ബോർഡിന്റെ അടക്കം നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന ബലിത്തറകളുമുണ്ട്. എന്തായാലും നിരവധി ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ തന്നെ ഈ ശിവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്നുള്ള നിലയിലൊക്കെ ഭക്തജനങ്ങളുടെ തിരക്ക് വലിയ തോതിൽ ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് 1200 പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ആലുവ മണപ്പുറത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ പുറമെ ദേവസ്വം ബോർഡിന്റെ അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ അധികമായി ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇവിടുത്തെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഇത്തവണത്തെ പ്രത്യേക കാര്യമാണ്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ഉച്ചയോടുകൂടിയൊക്കെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ ഭക്തർക്കും അവരുടെ ബലിതർപ്പണം നടത്തി കഴിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങളും കൃത്യമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴിയാണ് ആലുവ മണപ്പുറത്തു നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. യുക്രൈനിന്റെ മുൻ സൈനിക തലവൻ വലേരി സലുഷ്നിയെ ബ്രിട്ടനിൽ രാജ്യത്തിന്റെ അംബാസിഡറായി നിയമിച്ചു. സലുഷ്നിയെ സൈനിക തലവൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് 1 മാസം മുൻപ്. ഹെയ്ത്തിയിൽ അടിയന്തരാവസ്ഥ നീട്ടി. അടുത്ത മാസം 3 വരെയാണ് അടിയന്തരാവസ്ഥ നീട്ടിയത്. രാജ്യത്തെ 2 ജയിലുകളിൽ സായുധ സംഘങ്ങൾ നടത്തിയ അക്രമങ്ങളാണ് അടിയന്തരാവസ്ഥയ്ക്ക് കാരണം.
മ്യാൻമറിൽ ഭൂചലനം 4.2 തീവ്രത രേഖപ്പെടുത്തി, ആളപായമില്ല. പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു.